ഈ രാത്രി ദൈവാനുഗ്രഹത്തിന്റെ നിമിഷങ്ങളായിട്ട് ദൈവം മാറ്റുന്ന മനോഹര നിമിഷങ്ങൾ, ദൈവം നമ്മോട് ചേർന്ന് നിൽക്കുന്ന നിമിഷങ്ങളാണ്. വചനം പറയുന്നതാണ് ഇബ്രായ ലേഖനത്തിൽ, നിങ്ങൾ എന്നോട് ചേർന്ന് നിൽക്കുക, ഞാൻ നിങ്ങളോടും ചേർന്ന് നിൽക്കും. ഇത് നമ്മൾ ഈശോയോട് ചേർന്ന് നിൽക്കുന്ന മനോഹരമായ ഈ നിമിഷങ്ങളിൽ ഈശോ നമ്മളോട് ചേർന്ന് നിൽക്കുന്നു എന്ന് വിശ്വസിക്കുന്നവര് കരങ്ങൾ ഉയർത്തി ഒന്ന് പറയാമോ? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഹല്ലേലൂയ, ജീവനോടെ ഒന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം കർത്താവിന്റെ വചനം ഒന്ന് കേൾക്കാം. മത്തായിയുടെ സുവിശേഷം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 46 മുതലുള്ള വചനങ്ങൾ. അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചു കൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു. ഒരുവൻ അവനോട് പറഞ്ഞു, നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു. യേശു അവനോട് പറഞ്ഞു, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരൻ? തന്റെ ശിഷ്യരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു, ഇതാ എൻ്റെ അമ്മയും സഹോദരനും. സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും അമ്മയും. നമ്മുടെ കർത്താവായ മിശിഹായ്ക്കും സ്തുതി. പ്രിയമുള്ളവരെ, ഇതേ വചനം തന്നെ മർക്കോസ് സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുമ്പോ അവിടെ പറയുന്നുണ്ട് 35-ാമത്തെ വചനത്തില്, ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും. പിന്നീട് ലൂക്കാസ് സുവിശേഷത്തിൽ നമ്മൾ കടന്നു വരുമ്പോ അവിടെ ഈ വചനത്തിന്റെ സ്ഥിരീകരണം നൽകിക്കൊണ്ട് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ ഇത്രയും സമയം കൊച്ചുറാണി സഹോദരിയിലൂടെ കേട്ടത് ദൈവത്തിന്റെ വചനത്തിന്റെ ആ പ്രാധാന്യത്തെക്കുറിച്ചും വചനം നമ്മുടെ ജീവിതത്തിൽ സ്വീകരിക്കേണ്ടതും വചനം അനുസരിച്ച് ജീവിക്കേണ്ടതിന്റെയും ആവശ്യകതയെക്കുറിച്ചാണ്. നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ ദൈവത്തിന്റെ വചനം അനുസരിക്കുന്നവരുമാകുവിൻ എന്നാണല്ലോ യാക്കോബ് ശ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറയുന്നുണ്ട്, സ്വന്തം അമ്മയെ പുകഴ്ത്തി പറയുക എന്നത് ഒരു നല്ല മകന്റെ ലക്ഷണമാണ്, അല്ലെങ്കിൽ നല്ല മകളുടെ ലക്ഷണമാണ്. ഇപ്പൊ ഈ അമ്മയോട് ചേർന്ന് ഈ രാത്രി നമ്മൾ ഈ നൈറ്റ് വിജിൽ നടത്തുകയാണ്. അപ്പൊ ഈ അമ്മയോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോ ഈശോ സാക്ഷ്യപ്പെടുത്തി പറയുകയാണ്, ദൈവത്തിന്റെ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ സഹോദരനും സഹോദരിയും, അല്ലെങ്കിൽ അമ്മയും സഹോദരനും എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഈശോയുടെ വചനം, ആ വചനം അനുസരിച്ച് വചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരിയും. അത് അക്ഷരാർത്ഥത്തിൽ നിറവേറ്റിയവളാണ് നമ്മുടെ പരിശുദ്ധ അമ്മ. അതുകൊണ്ടാണ് ഈശോ അത്ര വ്യക്തമായിട്ട് പറയുന്നത്, എൻ്റെ അമ്മ എൻ്റെ വചനം ശ്രവിച്ചവളാണ്, എൻ്റെ അമ്മ അതനുസരിച്ച് ജീവിക്കുന്നവളാണ്. ആ അമ്മയോട് ചേർന്ന് നമ്മൾ നിൽക്കുകയാണ്. ഇപ്പൊ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തന്നെ പറയുന്നുണ്ട്, പരിശുദ്ധ കന്യകാമറിയം സഞ്ചരിക്കുന്ന സക്രാരിയാണ്. ഈശോയെ സ്വീകരിച്ചവൾ, ഉദരത്തിൽ വഹിച്ചവൾ, വചനം കൊണ്ട് നിറഞ്ഞവൾ. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, ആ വചനം ദൈവമായിരുന്നു. ആ വചനത്തെ തന്റെ ഉദരത്തിൽ വഹിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. അതുകൊണ്ടാണ് അവൾ സഞ്ചരിക്കുന്ന സക്രാരി, ജീവിക്കുന്ന സക്രാരി എന്ന് പാപ്പ വിളിക്കാൻ കാരണം. അപ്പൊ ഈ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്താണ്? അമ്മയോട് പ്രാർത്ഥിക്കുന്നവർ, അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്നവർക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ സമ്മാനമാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവിന് വേണ്ടി സഖിയോൻ ഊട്ടുശാലയില് ശിഷ്യഗണങ്ങൾ ഒരുമിച്ചിരുന്ന് 120ഓളം ശിഷ്യഗണങ്ങള് പ്രാർത്ഥിച്ചു പരിശുദ്ധ അമ്മയോട് ചേർന്ന്. അങ്ങനെ പെന്തക്കോസ്താ ദിനം സമാഗതമായപ്പോൾ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ആ സഖിയോ മർക്കോസിന്റെ മാളിക മുകളിൽ ആത്മാവിന്റെ വലിയ അഭിഷേകം ഉണ്ടാവുകയാണ്, പരിശുദ്ധാത്മാവിന്റെ വലിയ നിറവുണ്ടാവുകയാണ്. അപ്പോൾ ഈ നിമിഷങ്ങളിൽ നമ്മുടെ മേൽ, നമ്മുടെ കുടുംബത്തിന്റെ മേൽ, നമ്മുടെ ശുശ്രൂഷകളുടെ മേൽ
നമ്മുടെ ഈ നൈറ്റ് വിജിലിന്റെ മേൽ, നമ്മുടെ പ്രാർത്ഥനാ നിയോഗങ്ങളുടെ മേൽ, നമ്മുടെ ജീവിത നിയോഗങ്ങളുടെ മേലെല്ലാം ആത്മാവ് നിറയാൻ പരിശുദ്ധാത്മാവിനെ മാമോദീസായിലൂടെ നമുക്ക് ലഭിച്ച് സ്ഥൈര്യലേപനത്തിലൂടെ സ്ഥിരീകരിച്ച കുദാശകളിലൂടെ പരികർമ്മം ചെയ്യപ്പെട്ട് നമ്മുടെ ജീവിതത്തിൽ എന്നും നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ് ഉജ്ജ്വലിക്കാൻ ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ വിളിച്ച് ഒരു ഗാനം ആലപിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിന്റെ നിറവായി, പരിശുദ്ധാത്മാവ് എന്റെ ജീവിതത്തിൽ അഗ്നിയായി അഭിഷേകമായി കത്തി പടരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് നമുക്കൊരു പാട്ട് പാടാം. പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ, അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. അവിടുത്തെ ബലം ഞങ്ങൾക്ക് ആവശ്യമെന്ന് കർത്താവേ നീ അറിയുന്നു. ആദ്യ നൂറ്റാണ്ടിലെ അനുഭവപ്പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദ്യ നൂറ്റാണ്ടിലെ അനുഭവപ്പോ അതിശയം ലോകത്തിൽ നടന്നിടുവാൻ, ആദിയിലെന്നപ്പോ ആത്മാവിനെ അധിക ബലം തരണേ, ആദിയിലെന്നപ്പോ ആത്മാവേ അധിക ബലം തരണേ, പരിശുദ്ധാത്മാവേ ശക്തി പകർന്നിടണേ. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യൂദയായിലും ജെറുസലേമിലും സമറിയായിലും ലോകത്തിന്റെ അതിർത്തികൾ വരെ നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് ഈശോയുടെ സാക്ഷിയാകുവാൻ നമ്മളെല്ലാവരെയും അഭിഷേകം ചെയ്യുന്ന നിമിഷങ്ങളാണ്. പരിശുദ്ധാത്മാവേ എന്നിൽ കത്തി ജ്വലിക്കണമേ, കത്തി പടരണമേ എന്നാഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി, സ്വരം ഉയർത്തി എല്ലാവരും ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മാവേ കത്തണമേ, ആത്മാവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ നിറയണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കെന്നും അർഹമായ പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് പുറപ്പാട് പുസ്തകത്തില് 20-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന്റെ 6-ാം വചനത്തില് എന്നെ വെറുക്കുന്ന പിതാക്കന്മാരുടെ കുറ്റങ്ങൾക്ക് അവരുടെ മക്കളെ 3ഉം 4ഉം തലമുറ വരെ ഞാൻ ശിക്ഷിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. എന്നാൽ എന്നെ സ്നേഹിക്കുകയും എന്റെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരോട് 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. കരുണയുടെ ദൈവത്തിന്റെ മുമ്പിലാണ് നമ്മൾ ഈ രാത്രി ആയിരിക്കുന്നത്. 1000 തലമുറ, അങ്ങനെയാ വചനത്തിൽ പറയുന്നത്. 1000 തലമുറകൾ വരെ ഞാൻ കരുണ കാണിക്കും. നമ്മുടെയൊക്കെ പാപത്തിന്റെ ഉത്തരവാദികൾ നമ്മൾ മാത്രമാണ്. എന്നാൽ പാപത്തിന്റെ പരിണിത ഫലമുണ്ട് എന്ന് കത്തോലിക്കാ സഭ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. പാപം ചെയ്താൽ അതിന്റെ പരിണിത ഫലമുണ്ട്. നമ്മളോട് പറയുകയാണ് ദൈവത്തിന്റെ വചനം. ഇവിടെ അനുഗ്രഹത്തെക്കുറിച്ചും കരുണയെക്കുറിച്ചുമാണ് നമ്മൾ ധ്യാന വിഷയമാക്കി നമ്മൾ ചിന്തിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇവിടെ പറയാണ്
എന്നെ സ്നേഹിക്കുകയും, ഈശോയെ സ്നേഹിക്കണം പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണയാത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ഈശോയെ, ദൈവത്തെ സ്നേഹിക്കണം. അപ്പോൾ തന്നെ കർത്താവിന്റെ വചനമുണ്ട്, അതിനോട് ചേർത്ത് വെച്ച് കർത്താവ് പറയാണ്, അതുപോലെ തന്നെ നിങ്ങളെ പോലെ തന്നെ നിങ്ങളുടെ അയൽക്കാരനെയും സ്നേഹിക്കണം. അപ്പൊ അങ്ങനെ ദൈവത്തെയും നമ്മുടെ അയൽക്കാരെയും സ്നേഹിക്കുമ്പോ, അതുപോലെ കർത്താവിന്റെ വചനം, കൽപ്പനകൾ നമ്മൾ പാലിക്കുകയും ചെയ്യുമ്പോൾ 1000 തലമുറകൾ വരെ കർത്താവ് നമ്മളോട് കരുണ കാണിക്കും. നമ്മൾ ഒരു തീരുമാനമെടുക്കുമ്പോ നമ്മളിലൂടെ 1000 തലമുറകൾ അനുഗ്രഹിക്കപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം കൊണ്ട് 1000 തലമുറകൾ അനുഗ്രഹിക്കപ്പെടണമോ അതോ ഞാനൊരു ശാപമായി മാറണമോ എന്ന് തീരുമാനിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. നമ്മുടെ ജീവിതമാണ്. അനുഗ്രഹമാകാനായിട്ടാണ് ദൈവം വിളിച്ചിരിക്കുന്നത്. അബ്രാഹത്തെ വിളിച്ചപ്പോൾ ദൈവം പറഞ്ഞില്ലേ, നീ ഒരു അനുഗ്രഹമായിരിക്കും. അബ്രാഹത്തിന്റെ ശിരസിൽ വെച്ച അനുഗ്രഹം തലമുറകളിലൂടെ തലമുറയായി നമ്മളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ട് ഇന്ന് നമ്മളിൽ വന്ന് നിൽക്കുന്ന അനുഗ്രഹം നമ്മളിൽ നിന്ന് 1000 തലമുറകളിലേക്ക് പകർത്തപ്പെടേണ്ടതാണ്, ഒഴുകേണ്ടതാണ് എന്നുള്ള തിരിച്ചറിവ് ഈ രാത്രിയിൽ, ഈ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ടത് ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരങ്ങളും എന്ന് ഈശോ പറയുകയാണ്. ഇപ്പൊ മാതാവിൽ നമ്മൾ എത്രയോ പുണ്യങ്ങളാ കാണുന്നത്. ഇന്ന് രാത്രി നമ്മൾ മാതാവിലെ വലിയൊരു പുണ്യത്തെ കുറിച്ചാണ് നമ്മൾ കാണാൻ പോകുന്നത്. നമ്മുടെ ജീവിതത്തിന്റെ അടിസ്ഥാന ഘടകമാണ്. മാതാവ് ദൈവം പറഞ്ഞത് നിറവേറുമെന്ന് വിശ്വസിച്ചവളാണ് അവൾ. അതുകൊണ്ടാണ് ദൈവം പറഞ്ഞത് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പറയുന്നത്. അപ്പോ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിച്ചവളാണ് പരിശുദ്ധ കന്യകാമറിയം. ആ അമ്മയോട് ചേർന്ന് ഈ രാത്രി നമ്മൾ ആയിരിക്കുമ്പോൾ അമ്മയിൽ നിറഞ്ഞു നിൽക്കുന്ന ആ പുണ്യങ്ങളും കൃപകളും എല്ലാം നമ്മുടെയും ജീവിതത്തിൽ നിറയുവാനായിട്ട് നമുക്ക് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്ന് വിശ്വാസത്തിൽ ദൈവമേ എന്നെ വളർത്തണമേ, നിറയ്ക്കണമേ എന്നുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുവരാം. മാതാവിൽ നിറഞ്ഞു നിന്നതാണ്. നമ്മൾ എന്താണ് വിശ്വാസത്തെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നതെന്ന് ആദ്യമായിട്ട് അറിയണം. എബ്രായ ലേഖനത്തിലെ 11-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വചനത്തിൽ പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ഇതുമൂലമാണ് പൂർവികർ അധികാരത്തിന് വിധേയരായത് എന്ന് വചനം അവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഇത് സത്യമായിട്ടും അന്വർത്ഥമാണ്. ഇതാ കർത്താവിന്റെ ദാസി, നിന്റെ തിരുഹിതം പോലെ എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ എന്ന് പരിശുദ്ധ കന്യകാമറിയം പറയുമ്പോ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്, പിന്നീട് താൻ എന്റെ ജീവിതത്തിൽ എന്താണ് ഏറ്റെടുക്കാൻ പോകുന്നതെന്ന് യാതൊരു ബോധ്യവും പരിശുദ്ധ കന്യകാമറിയത്തിനില്ലായിരുന്നു. പക്ഷേ അവൾ വിശ്വസിച്ചു പൂർണ്ണമായിട്ടും. അവൾ പ്രത്യാശിച്ച് കാത്തിരുന്നതാണ് ദൈവപുത്രന് വേണ്ടി. ആ പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. ക്രൈസ്തവന് വിശ്വാസം എന്ന് പറയുന്നത് പ്രത്യാശാപരമായ വിശ്വാസമാണ്. അതൊരിക്കലും നിരാശയിലേക്ക് നമ്മളെ നയിക്കുന്നില്ല. അതുകൊണ്ടാണ് റോമാലേഖനം 5:5 നമ്മൾ വായിക്കുന്നുണ്ട്, പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, നമ്മളിലേക്ക് ചൊരിയപ്പെട്ട പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ ചൈതന്യം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ദൈവത്തിന്റെ ചൈതന്യം പരിശുദ്ധാത്മാവിലൂടെ നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവത്തിന്റെ സ്നേഹത്താൽ നിറയപ്പെട്ട ജീവിതമാകാൻ പ്രത്യാശയുടെ ജീവിതങ്ങളായി ദൈവം നമ്മളെ നിറച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് വിശ്വാസം എന്നത് പ്രത്യാശിക്കുമെന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തത് ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കും. ഇബ്രായ ലേഖനത്തില് 10-ാം അധ്യായത്തിന്റെ 19 മുതൽ ഉള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഈ വിശ്വാസം നമ്മെ എല്ലാവിധ വിപരീത വികാരങ്ങളിൽ നിന്നും വിമുക്തരാക്കുകയാണ്. കോപം, അസൂയ, ആസക്തികൾ, വെറുപ്പ് തുടങ്ങിയ ആ വലിയ തിന്മകളിൽ നിന്ന് നമ്മളെ വിമുക്തരാക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ വലിയ പ്രവൃത്തിയാണ്. ഈ വിശ്വാസമാണ് ഇതിന്റെ എല്ലാം ഘടകം എന്ന് പറയുന്നത്, ആധികാരികത എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് ഗബ്രിയേൽ ദൂതൻ കടന്നു വന്ന് പറയുമ്പോ അത് സ്വീകരിക്കുകയാണ് പരിശുദ്ധ കന്യകാമറിയം. ഇതൊക്കെ എങ്ങനെ സംഭവിക്കും എന്ന് യാതൊരു ഭാവവും അല്ലെങ്കിൽ യാതൊരു രൂപവും ഇല്ലാത്ത അമ്മ ചോദിക്കുമ്പോ ഗബ്രിയേൽ ദൂതൻ
പിതാവായ ദൈവത്താൽ അയക്കപ്പെട്ട ദൂതൻ പറയുകയാണ്, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അത് കേട്ടപാടെ പരിശുദ്ധ അമ്മ പറയുകയാണ്, ലെറ്റ് ഇറ്റ് ബി ഡൺ അക്കോർഡിംഗ് ടു യുവർ വിൽ. ദൈവത്തിന്റെ ഹിതം പോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇതാ കർത്താവിന്റെ ദാസി, ഐ ആം ദ ഹാൻഡ് മെയ്ഡ് ഓഫ് ദ ലോർഡ്. ദൈവത്തിന്റെ ഹിതം എന്റെ ജീവിതത്തിൽ നിറവേറട്ടെ. ഇത് പറയാൻ പറ്റുന്നതാണ് വിശ്വാസം. പ്രിയമുള്ള സഹോദരങ്ങളെ, ഇന്ന് ഈ മരിയൻ നൈറ്റ് വിജിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ പരിശുദ്ധ കന്യാമറിയത്തെ പോലെ എനിക്കും നിങ്ങൾക്കും നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ പറയാൻ പറ്റും. നമുക്കറിയാം, ഈശോ കുരിശിൻ ചുവട്ടിൽ മാതാവ് നിൽക്കും നമ്മൾ കാണുന്നുണ്ട്. കുരിശിൽ കിടന്നുകൊണ്ടാണ് കർത്താവ് പ്രാർത്ഥിക്കുന്നത്, കർത്താവെ, പിതാവെ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം എന്നിൽ നിന്ന് നീങ്ങിപ്പോകട്ടെ. അവിടെ ത്രിത്വൈക ദൈവം അല്ലെങ്കിൽ പിതാവായ ദൈവം മറുപടി പറയുന്നില്ല, നിശബ്ദനായിരിക്കുകയാണ്. പക്ഷേ ഓർക്കണം, ആ കുരിശിൻ ചുവട്ടിൽ അമ്മയുണ്ടായിരുന്നു, ബലപ്പെടുത്താൻ, ശക്തിപ്പെടുത്താൻ. ഈശോയുടെ ആ പ്രാർത്ഥനയ്ക്ക് ഒരു ബലമായി മാറാൻ കുരിശിൻ ചുവട്ടിലുണ്ടായിരുന്ന അമ്മ. എന്റെയും നിങ്ങളുടെയും ചില പ്രാർത്ഥനകൾക്ക് നമുക്ക് ഉത്തരം കിട്ടിയെന്ന് വരത്തില്ല, ദൈവം സൈലന്റ് ആയിട്ടിരിക്കുന്നുണ്ടാകാം. പക്ഷെ ഓർക്കണം, അവിടെ എന്നെയും നിങ്ങളെയും താങ്ങി നിർത്താൻ, താങ്ങി പിടിക്കാൻ, ആശ്വസിപ്പിക്കാൻ പരിശുദ്ധ കന്യകാമറിയമുണ്ട്. ആ പരിശുദ്ധ കന്യകാമറിയത്തോട് ചേർന്ന് നമ്മൾ നിൽക്കുമ്പോൾ അമ്മയിൽ നിറഞ്ഞ പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലും തീർച്ചയായും നിറയുക തന്നെ ചെയ്യും. ഈ ഒരു വലിയ ബോധ്യം നമ്മുടെ ജീവിതങ്ങളെ നയിക്കണം. പ്രിയമുള്ളവരെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ ലഭിക്കും. മത്തായിയുടെ സുവിശേഷത്തില് 7-ാം അധ്യായത്തില് 7 മുതലുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. വീണ്ടും മത്തായി സുവിശേഷത്തില് 21-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, 21-22 വചനം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്നതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. ദൈവഹിതപ്രകാരം വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുന്നതെല്ലാം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കും. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ, ഈ മലയോട് ഇവിടുന്ന് മാറി കടലിൽ ചെന്ന് വീഴുക എന്ന് പറഞ്ഞാൽ അത് സംഭവിക്കും. ഇവിടെ നമ്മുടെ വിശ്വാസം പോസിറ്റീവ് ആയിരിക്കണം. നെഗറ്റീവ് വിശ്വാസവും പോസിറ്റീവ് വിശ്വാസവും ഉണ്ട്, നമുക്കറിയാം. ഏത് തരത്തിലുള്ള വിശ്വാസമാണ് നമുക്കുള്ളത് എന്നൊരു ആത്മശോധന ചെയ്യണം. എന്തു വന്നാലും എൻ്റെ ദൈവം എന്നെ താങ്ങിക്കൊള്ളും. ദൈവം അറിയാതെ എൻ്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല. ദൈവഹിതത്തിന് പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ ഞാൻ വിട്ടുകൊടുക്കും, പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കും. അതാണ് നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ് വിശ്വാസം എന്ന് പറയുന്നത്. ഈ ഒരു വിശ്വാസത്തിന്റെ നിറവിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നത് നമ്മൾ അറിയണം. 1 യോഹന്നാൻ 5-ാം അധ്യായത്തിന്റെ 14-15 വചനങ്ങള്, അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് അനുസൃതമായി എന്തെങ്കിലും നാം ചോദിച്ചാൽ അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കും. അപ്പൊ അവിടുത്തെ ഇഷ്ടത്തിനനുസരിച്ചായിരിക്കണം ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കുന്നത് എന്ന് മാത്രം. അപ്പം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകും. ഇത് നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഒരു ഉറപ്പാണെന്നാണ് വചനം പറയുന്നത്. നമ്മുടെ അപേക്ഷ അവിടുന്ന് കേൾക്കുന്നു എന്ന് നമുക്കറിയാമെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്നും നമുക്കറിയാം. ഇതാണ് വചനം പറയുന്നത്. നമ്മുടെ അപേക്ഷകള്, നമ്മുടെ യാചനകള്, നമ്മുടെ പ്രാർത്ഥനകള്, നമ്മുടെ ആവശ്യങ്ങള് എല്ലാം അവിടുന്ന് കേൾക്കുന്നുണ്ടെന്ന് നമുക്കറിയാമെങ്കിൽ, അത് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നാം ചോദിച്ചത് കിട്ടിക്കഴിഞ്ഞു എന്ന് നമുക്കറിയാം. അങ്ങനെ വിശ്വസിക്കണം. ഇതാണ് വിശ്വാസം. നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കണം, മുൻകൂട്ടി നന്ദി പറയണം. ഞാൻ പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങളിൽ തന്നെ ദൈവം എനിക്കത് ചെയ്തു കഴിഞ്ഞു, ദൈവമേ നീ എനിക്ക് അത് ചെയ്തതിനായി ഞാൻ നിനക്ക് നന്ദി പറയുന്നു. താങ്ക് യു ലോർഡ് ഫോർ ഗിവിംഗ് മീ ദിസ് ബ്ലെസ്സിങ്. ഒരു യാചകനെ പോലെ നിൽക്കേണ്ടവരല്ല നമ്മള്, തരണേ 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 എന്ന് പറഞ്ഞ്. മറിച്ച് മക്കളെങ്കിൽ, നമ്മൾ ആദ്യം പറഞ്ഞ എന്താ, മക്കളെങ്കിൽ നമ്മൾ അവകാശികൾ. അതുകൊണ്ട് നമ്മൾ ചോദിച്ചാൽ നമ്മുടെ അപ്പൻ തരും. ദൈവഹിതം അനുസരിച്ച്, അല്ലെങ്കിൽ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് ചോദിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അങ്ങനെയെങ്കിൽ നമ്മൾ നന്ദി പറഞ്ഞാണ് പ്രാർത്ഥിക്കേണ്ടത്. മർക്കോസ് സുവിശേഷം 16-ാം അധ്യായം 17-18 വചനങ്ങളിൽ പറയുന്നുണ്ട്, വിശ്വസിക്കാത്തവർ ശിക്ഷിക്കപ്പെടും, വിശ്വസിക്കുന്നവരോടുകൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവരുടെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, മാരകമായി എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും, അവർ സുഖം പ്രാപിക്കും.
വിശ്വസിക്കുന്നവരോടുകൂടെയുള്ള അടയാളങ്ങളാണിത്. അപ്പൊ അതിനു മുമ്പ് ഈശോ പറയുന്നുണ്ട്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. സുവിശേഷം പ്രസംഗിക്കുന്നിടത്ത് ഈ അടയാളങ്ങൾ സംഭവിക്കും. പ്രിയമുള്ളവരെ, സംഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം. നമ്മൾ ഏറ്റെടുക്കണം. ഇവിടെ ഈ നിമിഷങ്ങളില് ദൈവത്തിന്റെ വചനമാണ് പ്രഘോഷിക്കപ്പെടുന്ന. ഈശോ സന്നിഹിതനാണ്. ഈശോ പറഞ്ഞു, 2 or 3 പേർ എന്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യേ ഞാനുണ്ട്. ഇത് പറഞ്ഞത് യേശുവാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ മധ്യത്തിൽ ഈശോയുണ്ട്. ഈശോയുടെ വചനമാണ് ഇവിടെ പ്രഘോഷിക്കപ്പെടുന്നത്. ഇവിടെ ഈശോ പറഞ്ഞ വചനം നിറവേറുക തന്നെ ചെയ്യും. എന്താ പറഞ്ഞത്? വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുകളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, മാരകമായി എന്തു കുടിച്ചാലും അവരെ ഉപദ്രവിക്കുകയില്ല, അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വെക്കും, അവർ സുഖം പ്രാപിക്കും. ഉദ്ധിതനായ കർത്താവ് നമുക്ക് തന്ന ഈ ഉറപ്പ് ഹൃദയത്തിൽ സ്വീകരിക്കുന്നവരാണ് നമ്മളെങ്കിൽ ഉറക്കെ ഒന്ന് പറഞ്ഞേ, ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഓർക്കുന്ന ഒരു സിസ്റ്റർ ഞങ്ങളുടെ ധ്യാനത്തിന്, കുംഭവൃക്ഷ ശക്തീകരണ ധ്യാനത്തിന് മൂവാറ്റുപുഴ നെസ്റ്റില് വന്നതാണ്. നെസ്റ്റിൽ കൂടാൻ വേണ്ടി വന്നു. ആ ആങ്ങളയുടെ കുഞ്ഞിന് വലിയ പ്രശ്നം, പ്രഗ്നൻസിയാണ്. കുഞ്ഞിന് പലതരത്തിലുള്ള പ്രോബ്ലംസ് ആണ്. ലങ്സിന് പ്രശ്നം, തലയ്ക്ക് പ്രശ്നം, ഒരു അബ്നോർമൽ ബേബിയാണെന്നാണ് ഇവരുടെ ഡയഗ്നോസ് ഡോക്ടേഴ്സ് പറയുന്നത്. അവിടെ ഡോക്ടേഴ്സ് വഴക്കാണ് ഇവരോട്, ഈ കുഞ്ഞിനെ നിങ്ങൾ അബോർട്ട് ചെയ്ത് കളയണം, ഈ കുഞ്ഞ് ജീവിക്കാനായിട്ട് നിങ്ങൾ അനുവദിക്കരുത്, കാരണം നോർമൽ അല്ല. ഈ സിസ്റ്ററും സഹോദരന്റെ ഭാര്യയും കൂടെ പ്രഗ്നന്റ് ആയ ഈ ആങ്ങളയുടെ ഭാര്യയും കൂടിയാണ് ധ്യാനത്തിന് വരുന്നത്. കുഞ്ഞു ഉദരത്തിലുണ്ട്. ഇവര് 3 പേര് ധ്യാനം കൂടെ നമുക്ക് വേണമെങ്കിൽ പറയാം. പ്രിയമുള്ളവരെ, അവിടെ ഈ വചനം അന്വർത്ഥമാകണം. വലിയൊരു ഡെലിവറൻസ് നടക്കുകയാണ്. ഡോക്ടർമാർ വഴക്ക് പറഞ്ഞു, അവർ കളയാത്തതിന് ഇവരുടെ പുറകെയാണ്. അവരെ ഒത്തിരി, നമ്മുടെ നാട്ടിലെ ഡോക്ടർമാരല്ലേ, അവർ മാന്യമായിട്ടൊന്നും ചിലപ്പോൾ സംസാരിച്ചെന്ന് വരത്തില്ല. ഇവരങ്ങനെ ഭയപ്പെട്ടു. എന്നാൽ അവർക്ക് കുഞ്ഞിനെ കളയാൻ യാതൊരു ആഗ്രഹവും ഇല്ല. ദൈവം തന്നതാണ്. ആ സിസ്റ്ററാണ് ഈ മോളെയും കൂട്ടിയിട്ട് വരുന്നത്. പ്രിയമുള്ളവർ, ഈ വചനം അവിടെ അന്വർത്ഥമായി. അവര് വിശ്വസിച്ചു, ദൈവം പ്രവർത്തിക്കും. ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു എന്ന് വിശ്വസിച്ചവര് ആദ്യ ദിവസം വന്നപ്പോൾ തന്നെ എന്നെ കാണാൻ വന്നു. ഞാൻ അവരോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, ദൈവത്തിന്റെ വചനത്തെ നിങ്ങൾ വിശ്വസിക്കുക. ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. ദൈവം പ്രവർത്തിക്കും. ദൈവമാണ് നിങ്ങളോട് കൊണ്ടുവന്നത്. തമ്പുരാൻ ഈ കുഞ്ഞിനോട് കരുണ കാണിച്ചു, ദൈവം അത്ഭുതം പ്രവർത്തിച്ചു എന്ന് വിശ്വസിച്ച് നന്ദി പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിച്ചു. വിടുതൽ കർത്താവ് തന്നു കഴിഞ്ഞു എന്ന് പറഞ്ഞ് അവരെ പ്രാർത്ഥിച്ച സമയത്ത് എനിക്ക് കിട്ടിയ ബോധ്യം ഞാൻ അവരോട് പറഞ്ഞു. അവർ പ്രാർത്ഥിച്ചു. പ്രിയമുള്ളവരെ, അത്ഭുതകരമായിട്ടുള്ള വിടുതലാണ് അവരുടെ ജീവിതത്തിൽ സംഭവിച്ചത്. ആ കുഞ്ഞിനെ പിന്നെ പുള്ളിക്കാരത്തി ഡെലിവറി ചെയ്തു. ഡെലിവറി ചെയ്തപ്പോൾ ആ കുഞ്ഞ് അബ്സല്യൂട്ട്ലി നോർമൽ. പ്രൈസ് ദി ലോർഡ്. കരങ്ങളൊന്ന് അടിച്ച് കരഘോഷത്തോടെ എല്ലാവരും ഒന്ന് നന്ദി പറഞ്ഞു. ദൈവം വലിയവനാ. യേശുവിന് അവേ മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ മഹത്വവും ശക്തിയും ബലവും യേശുവിന്. അവേ സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും യേശുവിന്. Praise the Lord. Praise the Lord. Hallelujah.
ഹല്ലേലൂയ. നമ്മുടെ ദൈവം പ്രിയമുള്ളവരെ വലിയവനാ. അവൻ വലിയവനാ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്നവനാ നമ്മുടെ ദൈവം. നമുക്കറിയാം അപ്പോസ്തല പ്രവർത്തനം 16-ാം അധ്യായത്തില് നമ്മൾ കാണുന്നുണ്ട് 25 മുതലുള്ള തിരുവചനങ്ങൾ. പൗലോസും സീലാസും കാരാഗ്രഹത്തിൽ ബന്ധിതരായിട്ട് കിടക്കുകയാണ്. കാരാഗ്രഹത്തിലാണ് അവര്. അതിനു മുമ്പ് നമുക്കറിയാം സാവൂളായിരുന്നു. സാവൂൾ എങ്ങനെ ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാനായിട്ട് തുനിഞ്ഞ് നടന്നിരുന്ന ഒരു വ്യക്തിയാണെന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ദൈവം തന്നെ, ഈശോ തന്നെ ഈ പൗലോസിനെ, ഈ സാവൂളിന്റെ ജീവിതത്തിൽ കടന്നു വന്ന് സാവൂളിനെ അനനിയാസിന്റെ കൈവപ്പ് വഴി പൗലോസാക്കി മാറ്റി. ആദ്യം തന്നെ ദൈവരാജ്യ ശുശ്രൂഷയ്ക്ക് ഇറങ്ങിയ പൗലോസിന് കിട്ടിയത് അടിയ. അത് കിട്ടി, അതും വാങ്ങി ബന്ധിതനായി ഇതാ കാരാഗ്രഹത്തിൽ കിടക്കുന്ന പൗലോസും സീലാസും കൂടെ എന്താ ചെയ്യുന്ന അവിടെ? കീർത്തനം പാടി ദൈവത്തെ. സഹനത്തിന്റെ നടുവിൽ, വേദനയുടെ നടുവിൽ കർത്താവിനെ പ്രഘോഷിച്ചതിന്റെ ഫലമായി അവർക്കുണ്ടായ ആ സഹന നടുവിൽ അവർ ദൈവത്തെ ആരാധിക്കുകയാണ്. ഞാൻ ഇങ്ങനെ വിശ്വസിക്കുകയാണ്, പൗലോസും സീലാസും കൂടെ പറഞ്ഞു കാണും, രണ്ടുപേരേ ഉള്ളൂ. പറയാണ്, നമ്മളിപ്പോ ഒരു മഹാ കൺവെൻഷന്റെ മുമ്പിലാണ് നിൽക്കുന്നത്, അല്ലെങ്കിൽ ഒരു ധ്യാനവേളയിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു? അപ്പൊ സീലാസ് പറഞ്ഞു കാണും, നമുക്ക് കരങ്ങളൊക്കെ കൊട്ടി അല്ലെങ്കിൽ താളമേളങ്ങളോടെ നമ്മള് ദൈവത്തെ ആരാധിക്കും, സ്തുതിക്കും. അങ്ങനെയെങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം. പൗലോസ് പറഞ്ഞു കാണും, നമുക്ക് ഈ ചങ്ങലകളൊക്കെ ഒന്ന് കൂട്ടിമുട്ടിച്ച് നമുക്കൊന്ന് പാടിയാലോ, ഒന്ന് കീർത്തനങ്ങൾ ആലപിച്ചാലോ, ദൈവത്തെ ഒന്ന് ആരാധിച്ചാലോ. അങ്ങനെ അവര് ഈ ചങ്ങലകളൊക്കെ ഒന്ന് കൂട്ടിമുട്ടിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കാൻ തുടങ്ങി. ഈ വേദനയുണ്ട്, അടിയൊക്കെ കിട്ടിയതിന്റെയും പീഡനമേറ്റതിന്റെയും ഒക്കെ വേദനയൊക്കെ അവർ സഹിച്ചുകൊണ്ട് ദൈവത്തെ ആരാധിച്ചപ്പോ സ്വർഗീയ പിതാവ് മാലാഖമാരുടെ, സ്വർഗദൂതന്മാരുടെ കീർത്തനങ്ങൾ കേട്ടുകൊണ്ടിരുന്ന സ്വർഗീയ പിതാവ് പറഞ്ഞു, നിർത്ത്, എനിക്കിതാ ഒരു ആരാധന വരുന്നു. ഭൂമിയിൽ നിന്ന് എനിക്ക് ആരാധന സ്വീകരിക്കണം. സഹന നടുവിൽ ആരാധിക്കുന്ന എന്റെ 2 മക്കളുടെ ആരാധന. നിങ്ങൾ ഇവിടെ വളരെ കംഫർട്ടബിൾ ആയിട്ട് ആരാധിക്കുന്നു, അവിടെ ഏതാ 2 മക്കൾ വേദനയുടെ നടുവിൽ നിന്ന് ആരാധിക്കുന്നു. ഈ ആരാധന ഞാനൊന്ന് സ്വീകരിക്കട്ടെ. ദൈവം ഈ ആരാധന സ്വീകരിച്ചപ്പോ ചങ്ങലകളെല്ലാം പൊട്ടിപ്പോയി. ചങ്ങലകൾ പൊട്ടിപ്പോയി. കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നേ? കേൾക്കുന്നുണ്ട്. റേഞ്ച് ഇല്ല എന്ന് പറഞ്ഞത് ഞാൻ എന്നോടാ പറഞ്ഞു. പ്രിയമുള്ളവരെ, ഈ ചങ്ങലകൾ അഴിഞ്ഞു വീഴുകയാണ്. ഭൂകമ്പമുണ്ടാകുന്നു. കാരാഗ്രഹ വാതിലുകൾ തുറക്കപ്പെടുന്നു. ഇതൊക്കെ അത്ഭുതങ്ങളാണ് നടക്കുന്നേ. ദൈവത്തെ ആരാധിക്കുകയാണ്. വിശ്വാസത്തോടെയുള്ള ആരാധന നടന്നപ്പോ അവിടെ നടന്ന അത്ഭുതങ്ങൾ കണ്ടില്ലേ? ഇതുപോലെ ഞാനും നിങ്ങളും ദൈവത്തെ ഒന്ന് ആരാധിക്കുമ്പോ, സഹനത്തിന് നടുവിൽ നിന്നൊന്ന് ആരാധിക്കുമ്പോ, പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ചങ്ങലകൾ, നമ്മളെ കെട്ടിയിരിക്കുന്ന ബന്ധനങ്ങൾ അഴിയും, പൊട്ടിപ്പോകും. പോയേ മതിയാകൂ. പോകും. കാരാഗ്രഹ വാതിലുകൾ, നമ്മളെ തളച്ചിട്ടിരിക്കുന്ന, നമ്മളെ പുറത്തു പോകാൻ അനുവദിക്കാതെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനത്തിന്റെ അവസ്ഥ എന്താണോ അത് പൊട്ടും, അത് തുറക്കപ്പെടും. ഭൂമി കുലുങ്ങി, ഭൂകമ്പമുണ്ടായി എന്ന് പറയുമ്പോ ഇളക്കമുണ്ടാകും. അനങ്ങാതെ നിൽക്കുന്നതൊക്കെ അനങ്ങും. നമുക്കായി സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും. പിതാവായ ദൈവം പൗലോസിന്റെയും സീലാസിന്റെയും ആരാധന സ്വീകരിച്ചതുപോലെ, വിശ്വാസത്തോടെയുള്ള അവരുടെ സകല നടുവിലെ ആരാധന സ്വീകരിച്ചതുപോലെ, പ്രിയമുള്ളവരെ, നമ്മുടെയും ആരാധന ദൈവം സ്വീകരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. രോഗിയെ കൊണ്ട് അടുത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ലൂക്കാസ് സുവിശേഷം 5 കാണുന്നുണ്ട്. അവിടെ തളർവാദ രോഗിയെ കൊണ്ടുവന്നവരുടെ വിശ്വാസമാണ് ആ തളർവാദ രോഗിക്ക് സൗഖ്യം കിട്ടാനായിട്ട് കാരണമായത്. തളർവാദ രോഗിക്കൊന്നും അറിയത്തില്ല. കൊണ്ടുവന്നു. അവസാനവും മേൽക്കൂര, അങ്ങോട്ട് അകത്തേക്ക് കയറാൻ പോലും പറ്റുന്നില്ല. അവസാനം അവർ മേൽക്കൂര ഇളക്കി അതിലൂടെ രോഗിയെ അകത്തേക്ക് കൊണ്ടുവരികയാണ്. അവരുടെ വിശ്വാസം അത്ര തീക്ഷ്ണമായിരുന്നു. കർത്താവിന്റെ അടുക്കൽ ഒന്ന് എത്തിച്ചാൽ ഈ തളർവാദ രോഗി സുഖം പ്രാപിക്കുമെന്നുള്ള പൂർണ്ണമായ വിശ്വാസം. ഈശോയൊന്ന് തൊട്ടാൽ സുഖമാക്കപ്പെടും. അതുപോലെ ശതാധിപന്റെ വൃത്തിനെ സുഖപ്പെടുത്തും നമുക്കറിയാം. മത്തായി സുവിശേഷത്തിൽ തന്നെ 8-ാം അധ്യായം 5 മുതൽ 13 വരെയുള്ള വചനങ്ങൾ നമ്മൾ അത് കാണുന്നുണ്ട്. അതുപോലെ 8-ാം അധ്യായത്തിന്റെ 1 മുതൽ 4 വരെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുകയാണ്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ സുഖപ്പെടുത്താൻ കഴിയും. അപ്പൊ ഈശോ എന്താ പറഞ്ഞു? എനിക്ക് മനസ്സുണ്ട്,
എനിക്ക് മനസ്സുണ്ടെന്ന് തന്നെയാ കർത്താവ് പറഞ്ഞത്. ഈ ഒരു വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കണം പ്രിയമുള്ളവരെ. ഞാൻ ഓർക്കുന്ന ഒരു കുഞ്ഞ് എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു ധ്യാന സമയത്ത് ആ കുഞ്ഞ് അവന് സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹൈസ്കൂളില് +2 10ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു പഠിക്കുന്നത്. പിന്നെ +2ലേക്ക് പോവാണ്. അവന് പ്രാർത്ഥിക്കാനായിട്ട് എൻ്റെ അടുത്ത് റൂമിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങളെ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കൂ. പറഞ്ഞു പ്രാർത്ഥിക്കാം. അവൻ എന്നെ പ്രശ്നം, എനിക്ക് ഭയങ്കര അലർജിയാണ്, പഠിക്കാൻ പറ്റുന്നില്ല, പലതരത്തിലുള്ള അലർജി ഉണ്ട് അവന്. ഞാൻ പറഞ്ഞു, ഈശോ മോനെ സുഖപ്പെടുത്തുന്നു, മോൻ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നുണ്ട്, അതുകൊണ്ടല്ലേ ഞാൻ അങ്കിളുടെ അടുത്ത് വന്നേ. നമ്മുടെ ഇവിടുത്തെ ശുശ്രൂഷകൾ വിടുതലിന്റെ ശുശ്രൂഷയാണ്, മോൻ അറിയാലോ. അതറിയാം, ഞാൻ വിശ്വസിക്കുന്നു, എന്നെ സുഖപ്പെടുത്തിയിട്ടേ കർത്താവ് വിടുകയുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ മോന് വിശ്വാസം ഉണ്ടെങ്കിൽ മോന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ അവനെ കണ്ടു, അവന്റെ കുറെ കാര്യങ്ങളൊക്കെ അവനോട് പറഞ്ഞു, അതെല്ലാം കേട്ടു. അതെല്ലാം ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയറിങ് ചെയ്തിട്ട് അവസാനം ഞാൻ അവനെ പ്രാർത്ഥിച്ചു, അവന്റെ ഈ അലർജി മാറാൻ വേണ്ടി പ്രാർത്ഥിച്ചു. ആ ധ്യാനത്തോടുകൂടി അവൻ അവിടുന്ന് വിട്ടുപോയി. ആ ധ്യാനം കഴിഞ്ഞ് പോയി വീട്ടിൽ ചെന്നിട്ട് അവര് നമ്മളെ അറിയിക്കുകയാണ്, പേരൻസ് ഉണ്ടായിരുന്നു, അറിയിക്കുകയാണ് ആ കുഞ്ഞിന് ധ്യാനത്തിന്റെ അവിടുന്ന് വിട്ടുപോയ അന്ന് പോയ നിമിഷം മുതൽ അതിന്റെ അവസാന ദിവസം, അവനവിടുന്ന് പോകുന്ന ദിവസം അവന് പല തരത്തിലുള്ള അസ്വസ്ഥതകൾ അവന് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നെങ്കിലും അതെല്ലാം ഒന്നൊന്നായി കുറഞ്ഞു വന്ന അവസാനം ലാസ്റ്റ് ഡേയില് കംപ്ലീറ്റ് അവൻ പൂർണ്ണമായിട്ട് സൗഖ്യമായി അവൻ വീട്ടിലേക്ക് പോവുകയാണ്. പിന്നീട് ഒരു കുഴപ്പവും ആ കുഞ്ഞിന്റെ ജീവിതത്തിൽ അലർജി സംബന്ധമായിട്ടുള്ള, അതെന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ ചൊറിച്ചില് കടിച്ചില് അങ്ങനെയൊക്കെയുള്ള ഒരു അലർജി ഒന്നല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള അലർജിയായിരുന്നു. അത് കർത്താവ് എടുത്തു മാറ്റി നല്ല മിടുക്കനായിട്ട് പഠിച്ച് നല്ല ഒരു നിലയിൽ ഇന്ന് ആ കുഞ്ഞ് ജോലി ചെയ്യുന്നു. ഈശോ കൊടുക്കുന്ന സൗഖ്യം എത്ര വലുതാണെന്ന് നോക്കിക്കേ. തമ്പുരാന്റെ വലിയ കരുണയല്ലേ. കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മൾ വിട്ടുകൊടുക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കുന്ന മേഖലകളാണ്. നമുക്കറിയാം, ദാവീദ് ഗോലിയാത്തുമായിട്ടുള്ള യുദ്ധത്തില് വിശ്വാസത്തോടെയാണ് ബാലനായ ഈ ദാവീദ് കടന്നു എന്ന് ഈ ഗോലിയാത്തിനെ പരാജയപ്പെടുന്നു. അവൻ മല്ലനാ, വലിയ മല്ലൻ. ആ മല്ലന്റെ അടുത്ത് കല്ലുപയോഗിച്ചുകൊണ്ടുള്ള അവന്റെ അഭ്യാസമൊക്കെ നമുക്കും ലോകത്തിന് മുഴുവൻ ഒരു തമാശയായിട്ട് തോന്നാം. പക്ഷേ വിശ്വാസത്തോടു കൂടി ഈ എന്റെ കരങ്ങളിൽ അവനെ ഏൽപ്പിച്ചു തരുമെന്നുള്ള വിശ്വാസത്തോടു കൂടിയാണ് ദാവീദ് പോകുന്നത്. പ്രിയമുള്ളവർ, ഈ ഒരു വിശ്വാസ തലത്തിലേക്കാണ് നമ്മുടെയൊക്കെ ജീവിതങ്ങൾ ഉയരേണ്ടത് എന്ന് നമ്മൾ ഓർക്കണം. എഫെസസ് ലേഖനത്തിലെ 2-ാം അധ്യായത്തിൽ 8-ാമത്തെ വചനം, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിന്റെ ദാനമാണ്. വിശ്വാസം വഴി കൃപയാൽ, വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് കൃപയാണ്. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. കൃപയാണ് നമ്മളിൽ അധ്വാനി. കൃപ വരുന്ന ദൈവത്തിൽ നിന്ന് മാത്രമേ കൃപ വരുള്ളൂ. കൃപയുടെ നിദാനം എന്ന് പറയുന്ന, അല്ലെങ്കിൽ ഉറവിടം എന്ന് പറയുന്നത് ദൈവമാണ്. ഏക രക്ഷകൻ യേശു ക്രിസ്തുവാണ്. എല്ലാവരും രക്ഷ പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് സഭ തന്നെ നമ്മളോട് ആഹ്വാനം ചെയ്തു, ഈവൻ മാതാവ് പോലും രക്ഷ പ്രാപിക്കുന്നത് യേശു ക്രിസ്തുവിലൂടെയാണ്. ഏക രക്ഷകൻ പുത്രനിലൂടെയാണ്. മാതാവിന്റെ മാധ്യസ്ഥം നമ്മളെ ഒത്തിരി ബലപ്പെടുത്തുന്നുണ്ട്, നമ്മളെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ മരിയൻ നൈറ്റ് വിജില്, നമുക്കറിയാം ആദ്യത്തെ സക്രാരിയായിരുന്നു എന്നൊക്കെ, സഞ്ചരിക്കുന്ന സക്രാരിയായിരുന്നു എന്നുള്ള കാര്യമൊക്കെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. അപ്പൊ മാതാവിനോട് ചേർന്നിരിക്കുക, സഹീനോട് ഊട്ടുശാലയിൽ ചേർന്നിരുന്നവർ, കാരണം മാതാവ് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവളാ. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും എന്ന് ഗബ്രിയേൽ ദൂതൻ പറഞ്ഞ നിമിഷങ്ങളിൽ തന്നെ ആത്മാവിൽ നിറഞ്ഞവളാണ്. അതുകൊണ്ടാണ് ആ ആത്മാവിൽ നിറഞ്ഞവൾ എലിസബത്തിന്റെ അടുത്തേക്ക് കടന്നു ചെല്ലുമ്പോ അഭിവാദനം കേട്ടപ്പോ, മാതാവിന്റെ അഭിവാദനം കേട്ടപ്പോ എലിസബത്തിന്റെ ഉദരത്തിലുണ്ടായിരുന്ന കുഞ്ഞും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു. അപ്പൊ മാതാവിനോട് ചേർന്ന് നിൽക്കുന്നവർക്ക് കിട്ടുന്ന അനുഭവങ്ങൾ ഇതൊക്കെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ നിറവ് നമുക്ക് ലഭിക്കും. പക്ഷെ കൃപയെ കുറിച്ച് നമ്മൾ ഓർക്കുമ്പോൾ കൃപ വരുന്നത് ദൈവത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് നിനക്കെന്റെ കൃപ മതി, ബലഹീനതയിലാണ് എന്റെ ശക്തി പ്രകടമാകുക എന്ന് 2 കൊരിന്ത്യർ 9:12-9 നമ്മൾ വായിക്കുന്നത്. അപ്പൊ ആ കൃപ വരുന്നത് ദൈവത്തിൽ നിന്നാണ്, കൃപ. അതുകൊണ്ട് ദൈവകൃപയിലാണ് നമ്മൾ ആശ്രയിക്കേണ്ടത്. അതുകൊണ്ടാണ് വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്, അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിന്റെ ദാനമാണ് എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ പറയുന്നു 11:24-25, എല്ലാറ്റിനെയും
അങ്ങ് സ്നേഹിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച ഒന്നിനെയും അങ്ങ് ദ്വേഷിക്കുന്നില്ല. ദ്വേഷിച്ചെങ്കിൽ സൃഷ്ടിക്കുമായിരുന്നില്ല. ആരോടും വെറുപ്പോ ദേഷ്യം ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ദൈവം സൃഷ്ടിക്കുമായിരുന്നില്ല എന്ന് തന്നെയാണ് ദൈവത്തിന്റെ വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. അത്രമാത്രം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. യേശുവിന്റെ കണ്ണുകളിലൂടെ കാണുന്നതാണ് വിശ്വാസം എന്നാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ പഠിപ്പിക്കുന്നത്. യേശുവിന്റെ കണ്ണുകളിലൂടെ നമുക്ക് കാണാൻ പറ്റണം. യേശു എങ്ങനെ കാണുന്നു അങ്ങനെ കാണുന്നതാണ് വിശ്വാസം. ഞാനും നിങ്ങളും കാണുന്ന പോലെയോ ലോകം കാണുന്നത് പോലെയോ മറ്റുള്ളവർ പറയുന്നത് പോലെയല്ല. യേശു കാണുന്നത് പോലെ കാണാൻ പറ്റണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിലെ കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, CCC നമ്മൾ ഷോർട്ട് ഫോമിൽ പറയും, അതിന് 148 ഖണ്ഡികയിൽ പറയുകയാണ്, ദൈവത്തിന് പ്രവർത്തിക്കാൻ ഞാനും നിങ്ങളും കൊടുക്കുന്ന അനുവാദമാണ് വിശ്വാസം. ദൈവത്തിന് പ്രവർത്തിക്കുവാൻ പ്രിയമുള്ളവരെ നമ്മൾ അനുവാദം കൊടുക്കണം. അതുകൊണ്ടാണ് ഇറ്റ്സ് എ ഹ്യൂമൻ ഡിവൈൻ റിലേഷൻഷിപ്പ് എന്നാണ് പറയുന്നത് തിയോളജിയിൽ. ദൈവത്തിന് നമ്മളിൽ പ്രവർത്തിക്കണമെന്നെങ്കിൽ നമ്മൾ അനുവാദം കൊടുക്കണം. കാരണം ദൈവം നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ ഇടപെടുന്നില്ല. അല്ലെങ്കിൽ ദൈവത്തിന് ഒറ്റ വാക്ക് പറഞ്ഞാൽ ഈ ലോകത്തെ മുഴുവൻ രക്ഷിക്കാൻ പറ്റും, എല്ലാവരും രക്ഷിക്കാൻ പറ്റും, എല്ലാവരും മാനസാന്തരപ്പെടട്ടെ, രക്ഷിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ പോരെ. പക്ഷേ ദൈവം സ്വാതന്ത്ര്യത്തോടു കൂടിയാണ് മനുഷ്യനെ പറുദീസായിലാക്കിയത്. ആ സ്വാതന്ത്ര്യത്തെ മനുഷ്യൻ ദുർവിനിയോഗം ചെയ്തു, അല്ലെങ്കിൽ അവൻ പിശാചി പറയുന്നത് കേട്ടുപോയി എന്നുള്ളതാണ് മനുഷ്യൻ ചെയ്ത തെറ്റ്. അല്ലെങ്കിൽ എല്ലാ ആധിപത്യവും ദൈവം മനുഷ്യന് കൊടുത്തിട്ടാണ് പറുദീസായിലാക്കിയത്. സകലത്തിന്റെ മേലും ആധിപത്യം കൊടുത്തു, സകല അധികാരവും ദൈവം മനുഷ്യന് കൊടുത്തു. എന്നാൽ അത് മനുഷ്യൻ നഷ്ടപ്പെടുത്തി. അതുകൊണ്ട് ദൈവത്തിന് പ്രവർത്തിക്കുവാനായിട്ട് നാം അനുവാദം കൊടുക്കണം, നമ്മളെ തന്നെ വിട്ടുകൊടുക്കണം. അതാണ് പരിശുദ്ധ കന്യകാമറിയം ചെയ്തത്. I am the handmaid of the Lord, let it be done according to your will എന്ന് പറയുമ്പോ, ഞാൻ ദൈവത്തിന്റെ കർത്താവിന്റെ ദാസിയാണ്, നിന്റെ ഹിതം പോലെ എന്റെ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പറയണം. ഇതാണ് മാതാവിനെ സ്നേഹിക്കുന്ന, മാതാവിനോട് ചേർന്ന് നിൽക്കുന്ന, മാതാവിനോടൊപ്പം പ്രാർത്ഥിക്കുന്ന ദൈവത്തിന്റെ മക്കൾ എന്ന നിലയ്ക്ക് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്. അവിടെയാണ് മാതാവിന് സന്തോഷം. അപ്പോഴാണ് മാതാവ് പറയും, അവൻ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യണം. കനായിലെ കല്യാണ വീട്ടിൽ അതല്ലേ അമ്മ പറഞ്ഞത്? അവൻ പറയുന്നത് ചെയ്യുക, അല്ലാതെ മാതാവ് പറഞ്ഞത് ചെയ്യാനല്ല പറഞ്ഞേ. മാതാവ് പറഞ്ഞു ഈശോയോട് അവർക്കത് ചെയ്തു കൊടുക്കണം. അത് മാതാവും ഈശോയും തമ്മിലുള്ള ബന്ധം. ഞാനും നിങ്ങളും പറയുമ്പോൾ മാതാവ് നമുക്ക് വേണ്ടി പറയും, ഇതുപോലെ പറയും. എന്നിട്ട് നമ്മളോട് പറയുന്ന മാതാവിന് പറയാനുള്ള ഒരു കാര്യം എന്താണെന്നറിയാമോ? അവൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണം. അവൻ പറഞ്ഞിട്ടുള്ളതെല്ലാം ഈ വിശുദ്ധ ബൈബിളിലുണ്ട്. ബൈബിളിലുള്ളത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കണം, അല്ലെങ്കിൽ പ്രാവർത്തികമാക്കണം. അതിനുവേണ്ടി വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. ദൈവത്തെ സ്വന്തമാക്കുന്നതാണ് വിശ്വാസം. വിശ്വാസത്തിന്റെ മറ്റൊരു നിർവചനം എന്ന് പറയുന്നത് ദൈവത്തെ സ്വന്തമാക്കുന്നതാണ് വിശ്വാസം. മറിയം ദൈവത്തെ സ്വന്തമാക്കിയവളാണ്. അതാ ഞാൻ പറഞ്ഞത്, ഈ വിശ്വാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോ മറിയം ഇതിനോടെല്ലാം താതാത്മ്യപ്പെട്ട ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ജീവിതത്തിൽ. ഏറ്റവും വലിയ മാതൃകയാണ്. ദൈവത്തെ സ്വന്തമാക്കി, ആ ദൈവത്തെ സ്വന്തം ഉദരത്തിൽ സ്വീകരിച്ചു. ഹൃദയത്തിൽ ആദ്യം സ്വീകരിച്ചു, പിന്നീട് തന്റെ ജീവിതത്തിൽ, തന്റെ ഉദരത്തിൽ സ്വീകരിച്ചു. ആ ദൈവവചന പൂരിതമായ ജീവിതം നയിച്ചു. സഹനവേളകളിൽ പതറാതെ നിന്നു. രക്ഷാകരമായ പ്രവൃത്തി, യേശുവിന്റെ രക്ഷാകര ശുശ്രൂഷയിൽ കൂടെ നിന്ന് ബലപ്പെടുത്തി, ശക്തിപ്പെടുത്തി നയിച്ചവളാണ്. അതുകൊണ്ടാണ് യോഹന്നാനോട് പറഞ്ഞത്, ഇതാ നിന്റെ അമ്മ, ഇതാ നിന്റെ മകൻ എന്ന് അമ്മയോടും പറയുകയാണ്. ദൈവത്തെ സ്വന്തമാക്കുന്നതാണ് വിശ്വാസം. അങ്ങനെ സ്വന്തമാക്കുന്നവരാണോ നമ്മൾ? എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ വെറും അധര വ്യായാമം മാത്രമേ ഉള്ളൂ, അതോ ഒരു ക്രിസ്തു അനുഭവമുണ്ടോ? ഡു ഐ ഹാവ് എ പേഴ്സണൽ ഗോഡ് എക്സ്പീരിയൻസ്? ചിലങ്ങുന്ന കൈത്താളമോ മുഴങ്ങുന്ന ചങ്ങലയോ ഒക്കെയാണോ നമ്മൾ? അത് മാത്രമാണോ? ദൈവം ചോദിക്കുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതം ധന്യമായി.
കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തില് CCCയില് 150 ഖണ്ഡികയില് പറയുകയാണ്, എന്റെ കർത്താവുമായി എനിക്കുള്ള വ്യക്തിപരമായ ബന്ധമാണ് വിശ്വാസം. ഇറ്റ് ഈസ് എ പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് മൈ ഗാഡ്. എന്റെ ദൈവവുമായിട്ട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ളൊരു അടുപ്പമുണ്ട്. ആ ബന്ധം, അതാണ് എന്റെ വിശ്വാസം. എന്റെ ദൈവം എനിക്ക് വലിയവനാ, അവൻ എനിക്കത് ചെയ്തു തരും. അവനറിയാതെ എന്റെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുന്നില്ല, സംഭവിച്ചിട്ടില്ല, സംഭവിക്കുന്നില്ല, ഇനി സംഭവിക്കാനും പോകുന്നില്ല. And I have a പേഴ്സണൽ റിലേഷൻഷിപ്പ്. എനിക്കൊരു നല്ല ബന്ധമുണ്ട്. എന്റെ സുഹൃത്താണ് എന്റെ യേശു, എന്റെ സഹോദരനാണ് എന്റെ യേശു. ഐ ഫൈറ്റ് വിത്ത് ഹിം. ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെടും, എനിക്ക് സങ്കടം വരുമ്പോൾ ഞാൻ അവന്റെ മുമ്പിൽ കരയും. ചിലപ്പോൾ എനിക്ക് ഈശോയോട് പിണക്കം തോന്നാം, കാരണം ഇതെന്റെ ബന്ധമാണ്. ഞാൻ പരാതി പറയും എന്റെ ഈശോയുടെ മുമ്പിൽ ആരാധനയ്ക്ക് പോകുമ്പോൾ. എന്റെ ഈശോയോട് ഞാൻ ചിലപ്പോ അവനുമായിട്ട് ചിരിക്കും, സന്തോഷിക്കും, ചില കാര്യങ്ങളൊക്കെ കോൺവെർസേഷൻസ് ഒക്കെ നടത്തും. ചില സമയത്ത് ദൈവമേ നീ എന്താ, ഈശോ നീ എന്താ ഇങ്ങനെ എന്ന് ചോദിച്ച് ഞാൻ അവനോട് ഫൈറ്റ് ചെയ്യും. ഗോഡ് ഹാസ് എ പ്ലാൻ. അവനൊരു പദ്ധതിയുണ്ട്, എല്ലാം നന്മയ്ക്കാക്കി തീർക്കുന്ന ദൈവത്തിന്റെ പദ്ധതി. റോമാലേഖനം 8:28 നമ്മൾ വായിക്കുന്നുണ്ട്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും ഒരു കാര്യം ഇവിടെ വിട്ടുപോയിട്ടില്ല, സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്നാണ് വചനം പറയുന്നത്. ഹല്ലേലൂയ. പോലും കർത്താവ് മാറ്റി വെക്കത്തില്ല. ഒരേ ഒരു കണ്ടീഷൻ അവിടെ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവത്തെ സ്നേഹിക്കണം. മാതാവ് എങ്ങനെ യേശുവിനെ സ്നേഹിച്ചുവോ അതുപോലെ നമ്മളും സ്നേഹിക്കണം. ദൈവത്തെ സ്നേഹിക്കാൻ നമ്മുടെ പോസ്റ്റായിരിക്കുന്ന ആളൊന്ന് മ്യൂട്ട് ചെയ്യാൻ ആവശ്യമുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് നമ്മളെല്ലാവരും ദൈവത്തിന്റെ പദ്ധതിയിൽ വിളിക്കപ്പെട്ടവർ, അതിനകത്ത് ഒരു സംശയമില്ല. മാമോദീസ ജലം തലയിൽ വീണിട്ടുള്ള ദൈവത്തിന്റെ മക്കളാണോ ഞാനും നിങ്ങളുമെങ്കിൽ ദൈവപദ്ധതിയിൽ വിളിക്കപ്പെട്ടവർ തന്നെയാണ്. പക്ഷെ നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നുണ്ടോ? ദൈവത്തെ സ്നേഹിക്കണം പ്രിയമുള്ളവരെ, ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ, ഞാൻ നേരത്തെ വചനം ഞാൻ പറഞ്ഞല്ലോ, എങ്ങനെയാ ദൈവം സ്നേഹിക്കാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് വ്യക്തമായിട്ട് ഈശോ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ മനസ്സോടെ ദൈവത്തെ സ്നേഹിക്കണം. അവിടെ നമുക്ക് നോ ഹാഫ് വേ. ജീസസ് നെവർ വാണ്ട്സ് എ സെക്കൻഡ് പ്ലേസ് ഇൻ മൈ ലൈഫ് ഓർ ഇൻ യുവർ ലൈഫ്. ഒരു രണ്ടാം സ്ഥാനം ദൈവത്തിന് ആഗ്രഹമില്ല, ഈശോ ആഗ്രഹിക്കുന്നില്ല. ഇഫ് യു ലവ് ഹിം കംപ്ലീറ്റ്ലി 100%, ഒന്നാം സ്ഥാനം കൊടുത്ത് ദൈവത്തെ സ്നേഹിക്കണം. അങ്ങനെ സ്നേഹിക്കുന്നവന് സകലതും നന്മയ്ക്കായിട്ട് അവൻ പരിണമിപ്പിക്കും. അത് ദൈവത്തിന്റെ വാഗ്ദാനമാണ്. ദൈവത്തിന്റെ വചനത്തിലും വാഗ്ദാനത്തിലുമുള്ള ബോധ്യവും ഉറപ്പുമാണ് വിശ്വാസം. ദൈവവചനം സത്യമാണെന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ, അല്ലേ? അതിൽ മാറ്റമില്ല. അതാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾ രണ്ടോ മൂന്നോ പേർ ഒരുമിച്ച് കൂടുമ്പോൾ അവരുടെ മധ്യത്തിൽ ഞാനുണ്ട്. ഒരു വചനം ഞാൻ നേരത്തെ പറഞ്ഞ ഈ വചനം ഇവിടെ അന്വർത്ഥമാണ്. നമ്മുടെ മധ്യത്തിൽ ഈശോ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം തരും. കർത്താവ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ 2 പേർ യോജിച്ച് ചോദിക്കുന്ന ഏതു കാര്യവും എന്റെ സ്വർഗ്ഗസ്ഥനായ പിതാവ് നിങ്ങൾക്ക് സാധിച്ചു തരും. അങ്ങനെ 8000-ലധികം വാഗ്ദാനങ്ങളുണ്ട്. 8000-ലധികം വാഗ്ദാനങ്ങളുള്ള ഈ ബൈബിളിലെ ഈ വചനങ്ങൾ നമ്മൾ വിശ്വസിക്കണം. വചനത്തിലും വാഗ്ദാനത്തിലും വിശ്വാസവും ബോധ്യം ഉണ്ടാകണം, അതിൽ ഉറപ്പുണ്ടാകണം. അതാണ് വിശ്വാസം. ദൈവത്തിന്റെ വചനത്തിലും വാഗ്ദാനത്തിലും ബോധ്യവും ഉറപ്പുമാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. ഉൽപ്പത്തി പുസ്തകത്തില് നമ്മൾ വരുമ്പോ 15-ാം അധ്യായം 1 മുതലുള്ള 5 വരെയുള്ള തിരുവചനങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അബ്രാഹത്തിന് ദർശനത്തിൽ കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. അബ്രാം, ഭയപ്പെടേണ്ട, ഞാൻ നിനക്ക് പരിചയമാണ്, നിന്റെ പ്രതിഫലം വളരെ വലുതായിരിക്കും.
അബ്രഹാം ചോദിച്ചു, കർത്താവായ ദൈവമേ, സന്താനങ്ങളില്ലാത്ത എനിക്ക് എന്ത് പ്രതിഫലമാണ് ലഭിക്കുക? ദമാസ്കസുകാരൻ ഏലിയാസറാണ് എന്റെ വീടിന്റെ അവകാശി. അബ്രാഹാം തുടർന്നു, എനിക്കൊരു സന്താനത്തെ അവിടുന്ന് തന്നിട്ടില്ല. എന്റെ വീട്ടിൽ പിറന്ന ദാസരിൽ ഒരുവനായിരിക്കും എന്റെ അവകാശി. വീണ്ടും അവന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, നിന്റെ അവകാശി അവനായിരിക്കുകയില്ല, നിന്റെ മകൻ തന്നെയായിരിക്കും. എന്നിട്ട് ദൈവം അവനെ പുറത്തേക്ക് കൊണ്ടുവന്നിട്ട് കാണിച്ചു കൊടുത്തു. എന്താ കാണിച്ചു കൊടുത്തെന്ന് അറിയാമോ? ആ കാണുന്ന നക്ഷത്രങ്ങളുടെ എണ്ണം എടുക്കാൻ നിനക്ക് കഴിയുമോ? ആകാശത്തേക്ക് നീ നോക്കിക്കേ, നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും. അവൻ കർത്താവിൽ വിശ്വസിച്ചു, അവിടുന്ന് അത് അവനെ നീതീകരണമാക്കി മാറ്റി. ഇതാണ് നമ്മൾ 16-ാം അധ്യായത്തിൽ കാണുന്നത്, 15-ാം അധ്യായത്തിൽ കാണുന്നത്. പക്ഷേ അവിടെ വിശ്വസിച്ചു എന്ന് നമ്മൾ കാണുന്നു. അത് ദൈവം അവന് നീതീകരണമാക്കാനായിട്ട് തയ്യാറാകുന്നു. പക്ഷേ 16-ാമത്തെ അധ്യായത്തിലേക്ക് വന്നു, ഒരൊറ്റ ചാപ്റ്റർ പോലും പൂർത്തിയായില്ല. 16-ാമത്തെ ചാപ്റ്ററിൽ വന്നപ്പോ എന്താ നമ്മൾ കണ്ടത്? വിശ്വാസത്തിന്റെ പരാജയം നടക്കുകയാണ്. ജഡ മനുഷ്യന്റെ പ്രവണത അവിടെ ഉടലെടുക്കുന്നതായിട്ട് കാണുന്നു. എന്താ സംഭവിച്ചത് അവിടെ? അബ്രാമിന് ഭാര്യ സാറായിൽ കുട്ടികൾ ഉണ്ടായിരുന്നില്ല. അവൾക്ക് ഹാഗാർ എന്നു പേരുള്ള ഒരു ഈജിപ്തുകാരി ദാസി ഉണ്ടായിരുന്നു. സാറായി അബ്രാമിനോട് പറഞ്ഞു, മക്കൾ ഉണ്ടാകാൻ എനിക്ക് ദൈവം വരം തന്നിട്ടില്ല, നിങ്ങൾ എന്റെ ദാസിയെ പ്രാപിക്കുക, ഒരുപക്ഷെ അവൾ മൂലം എനിക്ക് കുഞ്ഞുങ്ങൾ ഉണ്ടായേക്കാം. അപ്പോ സാധാരണയായിട്ട് അബ്രാഹം എന്താ ചെയ്യണ്ടേ? ഇങ്ങനെ ഒരു കാര്യം സാറ പറയുമ്പോ അബ്രാഹത്തെ വിളിച്ച് ദൈവം പറഞ്ഞ കാര്യം ഓർമ്മപ്പെടുത്തുവല്ലേ വേണ്ടത്? സത്യത്തിൽ ആണോ അല്ലയോ? ഹലോ, നിങ്ങൾ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? സത്യത്തിൽ എന്താ ചെയ്യണ്ടായിരുന്നു അബ്രാഹം ചെയ്യേണ്ടിരുന്നല്ലേ? ദൈവം നമ്മളെ വിളിച്ച് പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ നോക്ക്, അതുപോലെ അതിന്റെ എണ്ണ എടുക്കാൻ കഴിയുമോ? നിന്റെ സന്താന പരമ്പരയും അതുപോലെ ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പണിക്കില്ല എന്ന് പറഞ്ഞ് അവളെ തിരുത്തേണ്ടതായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു കാര്യം കേൾക്കാത്തതേ എന്ത് പറഞ്ഞു നമ്മുടെ അബ്രാം പറഞ്ഞു, സാറായുടെ വാക്ക് പെട്ടെന്നങ്ങ് അനുസരിച്ചു. അങ്ങനെ ഈ സാറ കൊടുത്ത ദാസിയായ പെണ്ണിനെ, ഈജിപ്തുകാരി ഹാഗാറിനെ തന്റെ ഭർത്താവിന് ഭാര്യയായിട്ട് നൽകി. അങ്ങനെയാ വചനത്തിൽ പറയുന്നത്. അബ്രാഹാം അവളെ പ്രാപിച്ചു, അവൾ ഗർഭം ധരിക്കുകയും ചെയ്തു. അങ്ങനെ ഒരു കാര്യം ചെയ്തിരുന്നില്ലെങ്കിൽ അങ്ങനെ ഈ ഹാഗാറിൽ ഒരു കുഞ്ഞുണ്ടാകില്ലായിരുന്നു, അങ്ങനെ ഒരു കാര്യം നടക്കില്ലായിരുന്നു. പക്ഷേ അവിടെ ദൈവം പറഞ്ഞത് വിശ്വസിച്ച് അത് നിറവേറ്റുന്ന കാര്യത്തിൽ പരാജയപ്പെടുകയാണ് അബ്രാഹാം ചെയ്തത് എന്ന് നമുക്കറിയാം. പക്ഷെ പിന്നീട് ദൈവത്തിന്റെ വാഗ്ദാനം നിറവേറ്റുന്നു. ഇതൊക്കെ നമുക്ക് വചനത്തിലൂടെ നമുക്കറിയാവുന്ന കാര്യമാണ്. പിന്നീട് 22-ാമത്തെ അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സംഭവിക്കുന്ന എന്താണ്? 22-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോ അബ്രാഹത്തിന്റെ ബലിയാണ്. ഇസഹാക്കൊക്കെ ഉണ്ടായതിനു ശേഷം ദൈവം പറയുകയാണ്, ദൈവം അബ്രാഹത്തെ പരീക്ഷിച്ചു. അബ്രാഹം അവിടുന്ന് വിളിച്ചു, അവൻ വിളി കേട്ടിട്ട് പറഞ്ഞു, എന്നിട്ട് പറയുകയാണ്, ഈ മോനെയും കൂട്ടി മോനെ എനിക്ക് ബലി അർപ്പിക്കണം, നീ ഒരു ദഹന ബലിയായിട്ട് എനിക്ക് അവനെ അർപ്പിക്കണം, ഞാൻ കാണിച്ചു തരുന്ന ആ മലമുകളിൽ നീ അവനെ എനിക്ക് ഒരു ദഹന ബലിയായി അർപ്പിക്കണം. അബ്രാഹാം അതിരാവിലെ ഇതെല്ലാം കേട്ടിട്ട് എഴുന്നേറ്റ് ഈ എന്താ പറയുന്നത്, കഴുതയ്ക്ക് ചീനിയിട്ട് 2 വേലക്കാരെയും മകൻ ഇസഹാക്കിനെയും കൂട്ടി വേണ്ട വിറവൊക്കെ എടുത്ത് ഈ സ്ഥലത്തേക്ക് പോവുകയാണ്, കർത്താവ് പറഞ്ഞ സ്ഥലത്തേക്ക്. ഇവിടെ അബ്രാഹാം ഒരു കാര്യം ചെയ്യുന്നുണ്ട്, സാറായോട് പോലും ഈ കാര്യം പറഞ്ഞില്ല. പറഞ്ഞാൽ തീർച്ചയായിട്ടും സാറ സമ്മതിക്കത്തില്ല. ഏതമ്മമാരാ സമ്മതിക്കുന്നത്? സ്വന്തം മകനെ ബലി കഴിക്കാനായിട്ട് പറഞ്ഞു, ദൈവം പറഞ്ഞു എന്ന് പറഞ്ഞാൽ പോലും ആരും സമ്മതിക്കത്തില്ല, അല്ലേ? പക്ഷെ അതുകൊണ്ട് ഇവിടെ തെറ്റുപറ്റി, അബ്രാഹാം നേരത്തെ തെറ്റുപറ്റി 16-ാം അധ്യായത്തിൽ അത് തിരുത്താൻ തയ്യാറാവുകയാണ്. അങ്ങനെ മകനെ ബലി കഴിപ്പിക്കാൻ ദൈവം പറഞ്ഞു എന്നതുകൊണ്ട് തന്നെ പോകാൻ തയ്യാറാവുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ശംഖ് പൊട്ടുന്ന ഒരു ചോദ്യമാണ് ഈ മകൻ ചോദിക്കുന്നത്. എന്താ ചോദിക്കുന്നതെന്ന് അറിയാമോ? ഇസഹാക്ക് ചോദിക്കുകയാണ്, പിതാവേ എന്ന് വിളിച്ചിട്ട് ചോദിക്കുകയാണ്, എന്താ മകനെ എന്ന് ഉത്തരം കൊടുത്തു. എന്നിട്ട് പറയാണ്, ഇസഹാക്ക് പറയാ, തീയും വിറകുമുണ്ടല്ലോ, എന്നാൽ ദഹനബലിക്കുള്ള കുഞ്ഞാടെവിടെ? എല്ലാ കാര്യവും ഒരുക്കിയിട്ടുണ്ട്. പക്ഷേ
ദഹനബലിക്കുള്ള കുഞ്ഞാട് എവിടെ? നമ്മൾ ചിലപ്പം ചില മാമോദീസയ്ക്കൊക്കെ പോകുമ്പോ എല്ലാ കാര്യവും എടുത്തു, പക്ഷേ മാമോദീസയ്ക്കുള്ള കുഞ്ഞിനെ കൊണ്ടുപോയില്ലെന്ന് പറഞ്ഞതുപോലെയാ. ഇവിടെ എല്ലാ കാര്യവും ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്, പക്ഷേ ദഹനബലിക്കുള്ള കുഞ്ഞാടില്ല. ഇതാണ് ഈ ബാലനായ ഇസ്ഹാക്ക് ചോദിക്കുന്നത്. അപ്പോൾ ചങ്ക് പൊട്ടുന്ന കാര്യമാണ്, ഇവനോട് പറയാൻ പറ്റില്ല സത്യം. പക്ഷേ നിന്നെയാണ് ബലി കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ചിലപ്പോ പയ്യനാണ്, അവന് ഇറങ്ങി ഓടിയാലും പ്രശ്നം, എല്ലാം പ്രോബ്ലമാണ്. അതൊക്കെ മുന്നിൽ കണ്ടു. അതൊന്നുമല്ല അബ്രാഹത്തിന്റെ മുന്നിലുള്ള ഉത്തരം. അബ്രാഹം എന്താ പറയുന്നേ? ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. അതായിരുന്നു അബ്രാഹത്തിന്റെ വിശ്വാസം. അബ്രാഹം ഈ കുഞ്ഞാടിനെ കണ്ടിട്ടില്ല. ഇതാണ് വിശ്വാസം എന്നത്. പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തതുണ്ട് എന്നുള്ള ബോധ്യവും. പക്ഷേ അബ്രാഹം വിളിച്ചു പറയുകയാണ്, കുഞ്ഞിനോട് പറയാണ്, ബലിക്കുള്ള കുഞ്ഞാടിനെ ദൈവം തരും. അത് പറഞ്ഞ് അവര് ബലി അവര് മുന്നോട്ട് പോയി. അവസാനം കാര്യങ്ങളൊക്കെ ഇസ്ഹാക്കിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ടുണ്ടാകാം. അങ്ങനെ ആയിരിക്കാം ബലിപീഠത്തില് ഇസ്ഹാക്കിനെ കടത്തുന്നത്. അങ്ങനെ കടത്തി അവസാനം ബലി കഴിക്കാനായിട്ട് കത്തിയെടുക്കുമ്പോഴാണ് ദൈവം അബ്രാഹത്തെ വിളിക്കുന്നത്. മുള്ളുകൾക്കിടയിൽ ഉടക്കി കിടക്കുന്ന കുഞ്ഞാടിനെ നീ കാണ്, ആ കുഞ്ഞാടിനെ ബലിയർപ്പിക്കണം. പോയ വഴിക്ക് അബ്രാഹം എന്താ പറഞ്ഞേ? കുഞ്ഞിനോട് എന്താ പറഞ്ഞേ? ഇസ്ഹാക്കിനോട് എന്താ പറഞ്ഞേ? ബലിക്കുള്ള കുഞ്ഞിനെ, കുഞ്ഞാടിനെ ദൈവം കൊടുത്തോ? ദൈവം കൊടുത്തു. ദൈവം എന്താണോ അബ്രാഹം പറഞ്ഞത് അത് സത്യമായും അന്വർത്ഥമാക്കി. ദൈവം അത് നിറവേറ്റി. ഇതാണ് പ്രിയമുള്ളവരെ, ഞാനും നിങ്ങളും വിശ്വാസത്തോടെ എന്ത് പറയുന്നു അത് സ്വർഗം കേൾക്കും, സ്വർഗം നിറവേറ്റി തരും. രക്തസ്രാവക്കാരി സ്ത്രീ എന്താ സംഭവിച്ചേ? അവള് പോകാത്ത ഇടങ്ങളില്ല, പോയ എല്ലാ ട്രീറ്റ്മെന്റും എടുത്താണ്, ഒരു രക്ഷയിൽ. അവസാനം യേശുവിനെ കുറിച്ച് കേൾക്കുന്നു. യേശുവിന്റെ അടുത്തേക്ക് പോലും എത്താൻ പറ്റത്തില്ല. അവളുടെ സാഹചര്യങ്ങളൊന്നുമില്ല. അതൊന്നും വിശദമായിട്ട് പറയാൻ ഇപ്പൊ സമയമില്ലാത്തതുകൊണ്ടാണ്. അത്രയും പ്രതിസന്ധിയാണ്. കാരണം കല്ലെറിഞ്ഞ് കൊല്ലപ്പെടുമെന്നുള്ള ആ ഒരു നിയമം നിലനിൽക്കുന്ന സമയത്ത് അവൾക്ക് രക്തസ്രാവവുമായിട്ട് പോകാൻ പറ്റില്ല, ചെല്ലാൻ പറ്റില്ല. പക്ഷേ അവൾ ഒരു കാര്യം വിചാരിച്ചു. അവള് പറഞ്ഞു, എന്റെ കർത്താവിന്റെ വസ്ത്രത്തിന്റെ വിളുമ്പിലൊന്ന് ഞാൻ തൊട്ടാൽ മതി, ഞാൻ സൗഖ്യം പ്രാപിക്കും. ഇത് അവളുടെ വിചാരം. വിചാരിച്ചു എന്ന് തന്നെയാ വചനം പറയുന്നത്. വിചാരം, അവളുടെ വിചാരമായിരുന്നു അവളുടെ വിശ്വാസം. ഞാനും നിങ്ങളും എന്തു വിചാരിക്കുന്നുവോ അതാണ് നമ്മുടെ വിശ്വാസം പ്രിയമുള്ളവരെ. അങ്ങനെ വിശ്വസിക്കണം നമ്മുടെ ജീവിതത്തിൽ. അപ്പോഴാണ് ദൈവം നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം പ്രവർത്തിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 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 ഞാൻ ഓർക്കുന്ന ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ്. ഒരു മോള്, ഒരു സഹോദരി, അവള് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്നൊരു സമയത്ത് നമ്മുടെ ധ്യാനം കൂടാനായിട്ട് വരുന്നു. ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, അവള് ജോലിക്കൊക്കെ ട്രൈ ചെയ്യുന്നു, വിവാഹം കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അവള് നമ്മുടെ കുടുംബ വൃക്ഷ ശക്തീകരണ ധ്യാനം കൂടാനായിട്ട് വരുന്നു. വരുന്ന സമയത്ത് അവളുടെ ഒരു നിയോഗം എന്ന് പറയുന്നത് അവളുടെ അമ്മയുടെ യൂട്രസിലുള്ള സിസ്റ്റ്, അതിന്റെ സർജറി ഉണ്ട്. അത് ഏറ്റവും നന്നായിട്ട് നടക്കണം, അതൊരു കുഴപ്പം കൂടാതെ നടത്തണം. അമ്മ വന്ന് ധ്യാനം കൂടി. അമ്മയാണ് ഈ മോളെ പറഞ്ഞു വിടുന്നത്, നീ ധ്യാനം കൊണ്ട് നല്ല ധ്യാനമാണ്, കൂടണം, വലിയ ഡെലിവറൻസ് കിട്ടും, സൗഖ്യം കിട്ടുന്നതാണെന്നൊക്കെ പറഞ്ഞു വിട്ടതാണ്. അമ്മ കൂടിയിട്ട് കുറെ നാളുകളായി. ഇവൾക്ക് പിന്നെ ഇതെല്ലാം പഠിത്തം കഴിഞ്ഞ് സാഹചര്യം ഒത്തപ്പോഴാണ് ഇവള് വരുന്നത്. അതിനിടയ്ക്കാണ് ഈ സിസ്റ്റ് രൂപപ്പെട്ടത്. അപ്പൊ അങ്ങനെ വന്നപ്പോ ഇവള് ഏതായാലും ഡോക്ടറുടെ കാര്യങ്ങൾ, ഡോക്ടറെ എല്ലാം അപ്പോയിന്റ്മെന്റ് ഒക്കെ ഫിക്സ് ചെയ്തു, സർജറി ഒക്കെ. അപ്പൊ ഇവള് ധ്യാനം കഴിഞ്ഞ് വന്നിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. അപ്പോ ആ ഒരു നിയോഗത്തോടു കൂടി അവള് വന്ന് ധ്യാനത്തിൽ കൂടുന്നു. ആരാധനയുടെ സമയത്ത്, വചനപ്രഘോഷണം കഴിഞ്ഞ് രാത്രി ആരാധനയുടെ സമയത്ത്, വൈകുന്നേരത്തെ ആരാധനയുടെ സമയത്ത് ഈ ആരാധന, വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെച്ച് ആരാധന നടന്നുകൊണ്ടിരിക്കുകയാണ്. ആരാധന നടക്കുമ്പോ എന്തോ ഇവളുടെ ശരീരത്തിൽ നിന്ന് ഇങ്ങനെ ചാടിപ്പോകുന്ന പോലെ ഒരു ഒച്ച അവള് കേട്ടു. എന്തോ ചാടിപ്പോകുന്ന ഒരു ഫീലും അവൾക്ക് തോന്നി. ആരാധനയിൽ ലയിച്ചു നിന്നുകൊണ്ട് അവള് വേറെ ശ്രദ്ധിക്കാനൊന്നും പോയില്ല, ഒന്നും അങ്ങനെ ചാടിപ്പോകാനില്ല. എന്തോ ഇങ്ങനെ ഒരു എന്തോ ചാടിപ്പോകുന്ന ഒരു ബോള് ചാടുന്ന പോലെയൊക്കെ നമുക്ക് തോന്നിയ ഒരു അവസ്ഥ. അവള് ധ്യാനമൊക്കെ കൂടി, ധ്യാനം എല്ലാം കഴിഞ്ഞ് തിരിച്ചുപോയി. വേറെ കുറെ അനുഭവങ്ങൾ ഉണ്ടായതിനെ കുറിച്ചൊക്കെ സാക്ഷിയൊക്കെ പറഞ്ഞു. എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നിയിട്ടുണ്ട്, ഇങ്ങനെ ഒരു അനുഭവം എനിക്കുണ്ട്, എന്തെന്നറിയില്ല. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിക്കാം, ദൈവം എന്തോ പ്രവർത്തിച്ചിട്ടുണ്ട് മോളെ,
ധൈര്യമായിട്ട് പൊക്കോളാൻ പറഞ്ഞു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചു പറയണമെന്ന് പറഞ്ഞ് ഞാൻ അറിയിച്ചു. അപ്പൊ ടീമിലേക്ക് വിളിക്കാൻ പറഞ്ഞിരുന്നു. അങ്ങനെ ഈ മോള് ചെന്നു, വീട്ടിൽ ചെന്ന് അവര് ഡോക്ടറെ അടുത്ത്. അപ്പൊ അമ്മയ്ക്ക് ഭയങ്കര വ്യത്യാസമുണ്ട്, വളരെയധികം വേദന കുറവുണ്ട്, അസ്വസ്ഥതകളെല്ലാം കുറവുണ്ട്, ഒന്നും ഫീൽ ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവര് ഒരു സംശയം, എന്നാ പിന്നെ ഇതൊന്നുകൂടെ ഒരു സ്കാനിങ് കൂടെ ചെയ്തിട്ട് മതി. അങ്ങനെ ഡോക്ടറെ അടുത്ത് അവർ പോയി റിക്വസ്റ്റ് ചെയ്തിട്ട് പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് സ്കാൻ ചെയ്യണം. അങ്ങനെ ഡോക്ടറെ അവര് പറഞ്ഞു, അവര് ചെയ്യേണ്ട കാര്യമില്ലെന്നൊക്കെ ഡോക്ടർ പറഞ്ഞെങ്കിലും ചെയ്തപ്പോൾ സംഭവിച്ചെന്താണെന്നറിയാമോ? ഇങ്ങനൊരു സിസ്റ്റ് ഈ അമ്മയിലില്ല. അപ്പോഴാണ് അവൾ ഓർക്കുന്നേ, ആരാധനയുടെ സമയത്ത് ഇങ്ങനെ ഒരു കാര്യം നടന്നല്ലോ. അപ്പൊ അവൾ അമ്മയോട് ഷെയർ ചെയ്തു, ഇങ്ങനെ ഒരു കാര്യം എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്തു അമ്മ. എനിക്ക് തോന്നുന്നത് ആ സമയത്ത് ഈശോ അമ്മയുടെ ഈ സിസ്റ്റ് എടുത്തു മാറ്റിയതാണോ, എടുത്തു കളഞ്ഞതാണോ, അതെനിക്ക് അനുഭവപ്പെട്ടതാണ്, എന്തോ ചാടിപ്പോന്ന് തോന്നിയത്. അപ്പൊ ഈ അമ്മ ചോദിച്ചു, മോളെ നിനക്കെപ്പോഴാണ് ഇതിങ്ങനെ, ഏത് സമയത്തായിരുന്നു ആരാധന? അപ്പൊ അവൾ ആ സമയം പറഞ്ഞു. അപ്പൊ അമ്മ അവിടെ വീട്ടിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് അമ്മയ്ക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള ഫീൽ, പെട്ടെന്ന് ശരീരം തണുക്കുന്നത് പോലെയൊക്കെ ഒരു ഫീൽ ഉണ്ടായി എന്ന് പറഞ്ഞു ആ സമയത്ത്. ഇവിടെ അമ്മ ധ്യാനം കൂടിയിട്ടില്ല, മകള് ധ്യാനം കൂടുന്നു. മകള് കൂടുന്ന സമയത്ത്, ആരാധനയുടെ സമയത്ത് ദിവ്യകാരുണ്യത്തിൽ നിന്ന് കർത്താവ് ശക്തി ഒഴുകുകയാണ് ഈ മകളിലേക്ക്. ഇവള് അത് അനുഭവിക്കുന്നു. വീട്ടിലിരിക്കുന്ന അമ്മയെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥന രോഗിയെ സുഖപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ്. ഇതാണ് ദൈവം. നമ്മള് പ്രാർത്ഥിക്കും. അതുപോലെ ഞാൻ എത്രയോ പേര് കണ്ടിരിക്കുന്ന അറിയുമ്പോൾ, മാതാപിതാക്കൾ വന്ന് ധ്യാനം കൂടുമ്പോ മക്കൾ അനുഗ്രഹിക്കപ്പെടുന്നു. വിശ്വാസമില്ലാത്ത മക്കള്, നിരീശ്വരവാദികളായി പോയ മക്കള് വിശ്വാസത്തിലേക്ക് തിരിച്ചു വന്ന് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നു. കാരണം എന്താ? അപ്പനും അമ്മയും ധ്യാനം കൂടുന്നു. പിന്നീട് അവരെ പറഞ്ഞു വിടുന്നു, അവർക്കും ധ്യാനാനുഭവം ഉണ്ടാവുന്നു. പിന്നീട് അവർ എല്ലാ ദിവസവും അത് നാട്ടുകാർ കാണുന്നു, ആൾക്കാർ കാണുന്നു. ഈ പിള്ളേരിങ്ങനെ തറതലിച്ച് നടന്നിരുന്ന പിള്ളേരെന്ത് എല്ലാ ദിവസവും രാവിലെ 2 കിലോമീറ്റർ നടന്ന് പള്ളിയിൽ പോകുന്നു. ഇതാണ് നമ്മുടെ ദൈവം. വിശ്വാസത്തിൽ അധിഷ്ഠിതമായൊരു ദൈവം, ദൈവത്തിന്റെ ശക്തമായ പ്രവർത്തനം. ഇതാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുന്നവരോട് കൂടെ അടയാളങ്ങൾ ഉണ്ടായിരിക്കും. അവർ എന്റെ നാമത്തിൽ പിശാചുക്കളെ ബഹിഷ്കരിക്കും, പുതിയ ഭാഷകൾ സംസാരിക്കും, മാരകമായ എന്തു കുടിച്ചാലും അത് അവരെ ഉപദ്രവിക്കുകയില്ല. അവർ സർപ്പങ്ങളെ കയ്യിലെടുക്കും, അവർ രോഗികളുടെ മേൽ കൈകൾ വയ്ക്കും. വിശ്വാസത്തോടെ ഈ വചനം അന്വർത്ഥമാകാൻ ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ. സമയമായി, അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഇനിയും കുറെ കാര്യങ്ങൾ പറയാനുണ്ട്, പക്ഷെ അത് ഇത്രയും മതി എന്ന് പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്ന സന്ദേശം സ്വീകരിച്ചുകൊണ്ട് നമുക്ക് വിശ്വാസത്തിൽ ആഴപ്പെടാം, കരുണയിൽ ആശ്രയിക്കാം, ആത്മാവിന്റെ അഭിഷേകം എല്ലാ ബന്ധനങ്ങളും വിശ്വാസം വർദ്ധിപ്പിക്കണമേ. ശിഷ്യന്മാര് പ്രാർത്ഥിച്ചില്ലേ, കർത്താവേ ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രാർത്ഥിക്കാം, ദൈവമേ ഞങ്ങളുടെ വിശ്വാസം എല്ലാ ബന്ധനങ്ങളും കഴിയട്ടെ, എല്ലാ തടസ്സങ്ങളും മാറട്ടെ. ഈ ലോകത്തെ തന്നെ വിശ്വാസ ജീവിതത്തെ തകർക്കുന്ന, വിശ്വാസത്തെ അകറ്റുന്ന, തള്ളിവിടുന്ന, ഞങ്ങളുടെ കുടുംബങ്ങളെ നശിപ്പിക്കുന്ന തിന്മയുടെ ശക്തികളെ, പൈശാചിക ബന്ധനങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ബന്ധനങ്ങളാൽ അടിമപ്പെട്ട് കിടക്കുന്ന മോഹങ്ങളില് അടിമപ്പെട്ട് ജീവിതത്തെ മനോഹരമാക്കാതെ സമർപ്പിക്കുന്നു. അവരുടെ ജീവിതങ്ങളിലേക്ക് അത്ഭുത ശക്തി യേശുവിന്റെ നാമത്തിൽ ജോലി മേഖലകളെ തകർക്കാൻ ശ്രമിക്കുന്ന
വീഴ്ത്തിരിക്കുന്നു, ആട്ടി പായിക്കുന്നു. ഹല്ലേലൂയ. ചക്കാലത്തിൽ പിതാവിന്റെ അധികാരത്തോട് ചേർന്ന് വരണയായിരിക്കണം ഈശോ. എന്റെ ആത്മീയ പിതാവ് ജോൺ പനന്തോട്ടത്തിൽ പിതാവിന്റെ ഈശോയെ നിങ്ങൾ അധികാരപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ഇപ്പോൾ സംഭവിക്കേണ്ടത് തലമുറകൾക്കുന്നു അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ജീവത്തിൽ നിന്നും വിടുതൽ ഗന്ധര വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ഗന്ധര വഴിയട്ടെ അഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ യേശുവിന്റെ ദിവ്യരക്തം ഞങ്ങളിൽ നിറയട്ടെ വഴികളില്ല മക്കളും തലമുറകളും തങ്ങളൊന്നും തൊടുകയില്ല ഈശോയെ മരണത്തെ ജയിച്ചവരെ കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ കർത്താവായി അധിപതിയായി എന്നെന്നും നീ വാഴണമേ ഗന്ധര വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ഗന്ധര വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ഗന്ധര വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ അത്ഭുതമായ വിടുതൽ തലമുറകൾക്കെന്നും അവകാശം യേശുവിൻ ബലിയുടെ യോഗ്യതയാലെ ബന്ധനത്തിൽ നിന്നും വിടുതൽ ഗന്ധര വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ഗന്ധര വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ ഗന്ധര വഴിയട്ടെ കെട്ടുകൾ പൊട്ടട്ടെ. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് അത്ഭുതം ഞങ്ങളെ അനുഗ്രഹിച്ച പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യ ഈശോയ്ക്ക് ഈശോയുടെ തിരുഹൃദയം എല്ലായിടത്തും എല്ലായ്പ്പോഴും ചെയ്യട്ടെ. ഈശോ മിശിഹായിക്ക് ആയിരിക്കട്ടെ. ഒത്തിരിയേറെ അനുഗ്രഹത്താൽ ദൈവം നിങ്ങളെ നിറച്ചിട്ടുണ്ട്. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് പ്രാർത്ഥനയിൽ എന്നെയും കൂടെ ചേർത്ത് വയ്ക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. പ്രൈസ് ദി ലോർഡ്.